ഉണക്കമരങ്ങൾ. കാവ്യ അയ്യപ്പൻ. മുണ്ടിൻ തലപ്പുകൊണ്ട് എത്ര തുടച്ചിട്ടും കണ്ണാടിക്ക് തെളിച്ചം വന്നില്ല. കണ്ണുകളേക്കാൾ മങ്ങലേറ്റിരിക്കുന്നത് കണ്ണാടിക്കാണെന്ന തോന്നലോടെ സർവശക്തിയുമെടുത്ത് കണ്ണാടിക്ക് തെളിച്ചം വരുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ആ വൃദ്ധ. പേരക്കുട്ടിയുടെ കുസൃതി ആസ്വദിച്ചിരുന്ന അവർക്ക് പെട്ടെന്ന് ഒരു തളർച്ച തോന്നി. 4 വയസ്സുകാരന്റെ ചോദ്യം അവരെ തളർത്തുകയായിരുന്നു. ഗ്രാൻമയുടെ പേരെന്താ? നിസ്സാരമായൊരു ചോദ്യമായിരുന്നുവെങ്കിലും എളുപ്പത്തിൽ അവർക്ക് അതിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നില്ല. തന്റെ പേര് ഓർമ്മിച്ചെടുക്കാനാവാത്ത വിധം മറവിയുടെ മാറാലകൾ അവരെ ചുറ്റിവരിഞ്ഞു. ഏതോ വലിയൊരു ചുഴിയിൽപ്പെട്ടു പിടഞ്ഞു. നില തെറ്റിയതുപോലെ തോന്നിയ അവർ കുട്ടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി കഷായം മണക്കുന്ന മുറിയിലെ കട്ടിലിൽ വന്നു കിടന്നു. സാധാരണ ഉച്ചസമയത്ത് അത്തരം കിടപ്പ് ശീലമില്ലാത്തതാണ്. ഉറങ്ങാനായി അവർ കിടക്കാറില്ല. ഉറക്കം അവരെ പിടിച്ചു കിടത്തുകയാണ് പതിവ്. ഇനി എന്നേക്കുമായി ഉറങ്ങിപ്പോകുമോ എന്ന ഭയം അവരെ പിന്തുടരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ. ദീർഘനേരത്തെ കിടപ്പിനു ശേഷം അവർ സാവധാനം തന്റെ പേര് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. 2-3 മാസം മുൻപ് ആശുപത്രിയിൽ പോയപ്പോഴാണ് നാളുകൾക്ക് ശേഷം ഒരാൾ തന്റെ പേര് പറഞ്ഞു കേട്ടത്. നിസ്സാരമായ ഒരു തലകറക്കം. അന്ന് അതായിരുന്നു അവരുടെ അസുഖം. ആശുപത്രി വരാന്തയിൽ ഡോക്ടറെ കാണാൻ മകൾക്കൊപ്പമിരിക്കുകയായിരുന്ന അവരെ ഡോക്ടറുടെ മുറിയിൽ നിന്നും വന്ന പെൺകുട്ടി നീട്ടി വിളിച്ചു. കേസരി. അമ്മ എന്താ നോക്കിയിരിക്കുന്നേ? നമുക്ക് കേറാറായി. തന്റെ തന്നെ പേരിനോട് അപരിചിതത്വത്തോടെ മുഖം തിരിച്ചിരിക്കുന്ന അവരെ മകൾ തട്ടി വിളിച്ചപ്പോഴാണ് അവർക്ക് അവരെ ഓർമ്മ വന്നത്. വർഷങ്ങളായി അവർ സ്വയം മറന്നുപോയിരുന്നു. 17-ാം വയസ്സിൽ ഭാര്യയായി, പിന്നീട് അമ്മ, അമ്മൂമ്മ, മുത്തശ്ശി, അങ്ങനെ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആരും കേസരിയെ അന്വേഷിച്ചിരുന്നില്ല. അതാണ് സത്യം. സ്കൂളിൽ ചേരാൻ പോയപ്പോൾ ഹെഡ്മാഷിൽ നിന്നാണ് കേസരി ആ ചോദ്യം കൗതുകത്തോടെ കേട്ടത്. എന്താ കുട്ടിയുടെ പേര്? അവർ മാഷിന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. എന്തിട്ടാ വിളിക്കാന്ന് പറയ് പെണ്ണേ. കൂടെ വന്ന അപ്പൻ കേസരിയെ തട്ടി. അപ്പോഴും അവർ ഒന്നും മിണ്ടിയില്ല. കാരണം സ്ഥിരമായൊരു വിളിപ്പേര് അന്നാളിൽ കേസരിക്കില്ലായിരുന്നു. എന്റെ മാഷ്മാരെ, നല്ലൊരു പേര് എഴുതിക്കോ. അങ്ങനെയാണ് അപ്പന്റെ ആവശ്യപ്രകാരം മാഷ് ഭിത്തിയിലിരിക്കുന്ന ഏതോ ഒരു പടം നോക്കി എഴുതി ചേർത്ത പേരായിരുന്നു കേസരി എന്നത്. തലമുടി നാര് നരച്ചു തുടങ്ങിയപ്പോൾ മുതൽ പേര് വിളിക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മകന്റെയോ മകളുടെയോ വീടുകളിൽ ഒറ്റമുറിയും കുഴമ്പും കഷായവും മാത്രമായി മാറുകയായിരുന്നു അവരുടെ ലോകം. സംസാരശേഷിയുള്ള ഊമയായി അവർ പരിവർത്തനം ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. മമ്മയെന്നും ഗ്രാൻഡ്മയെന്നും വിളിക്കുന്ന മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും അവരുടെ പേരെടുത്ത് ചോദിക്കേണ്ട ആവശ്യവുമില്ല. പേരക്കുട്ടി മകളെ വന്ദന എന്ന പേര് ചുരുക്കി വന്തു എന്നാണ് വിളിക്കുന്നത്. അപൂർവം ചില സാഹചര്യങ്ങളിൽ മമ്മി എന്നും വിളിക്കാറുണ്ട്. മക്കൾ പേര് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് അവർക്കും തോന്നിയിട്ടുണ്ട്. പേര് വിളിക്കുന്നയാൾ നേരത്തെ പോയാൽ ആ പേര് ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തോ എന്ന വിളി കേട്ട് ഒരു പിടച്ചിലൂടെ അവർ ചാടി എഴുന്നേറ്റു. വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് ഒരു ഒച്ച അവരെ തേടിയെത്തിയോ എന്നവർ സംശയിച്ചു. കേസു. വീണ്ടും ആ വിളി അവരെ വന്നു തൊട്ടു. ദാസേട്ടൻ. അവരുടെ ഉള്ളു നീറി. ഒരിക്കൽ കൂടി ആ വിളി കേൾക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നിറം മങ്ങിയ പഴയകാല ചിത്രത്തിലേതുപോലെ തന്റെ ഭർത്താവിനൊപ്പം തനിക്ക് ചേർന്നിരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അനേകായിരം ഓർമ്മകളുടെ തിരയിളക്കങ്ങളിൽ പിടയാൻ തുടങ്ങിയപ്പോഴാണ് അവർ ആ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരേയൊരു നിമിഷം പുള്ളിപ്പാവാടയിട്ട ഒരു പെൺകുട്ടി തനിക്ക് മുന്നിൽ കണ്ണാടിയിൽ വന്ന് എത്തി നോക്കി പോയത്. ശുഷ്കിച്ച കൈകൾ കൊണ്ട് വിറച്ച് വിറച്ച് അവർ കണ്ണാടിച്ചില തുടച്ചു നോക്കി. എത്ര തെളിച്ചം വരുത്താൻ ശ്രമിച്ചിട്ടും ജരാനര ബാധിച്ച ഒരു ശരീരത്തെയും നരച്ച പുരികത്തെയും കുഴിഞ്ഞ് ആഴമേറിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളെയും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. കണ്ണാടിക്കരികിൽ നിന്ന് കേസരി പിന്തിരിഞ്ഞു നിന്നു. കറപിടിച്ച ഭിത്തിയുടെ ജനാലയ്ക്കപ്പുറം നിന്ന് ഉണങ്ങിക്കരിഞ്ഞ ഒരു മരം ഇലകളില്ലാത്ത ശിഖരങ്ങളോടെ കാറ്റിലുലഞ്ഞ് അവരെ എത്തിനോക്കി പോകുന്നുണ്ടായിരുന്നു.